ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി.കെ. കൃഷ്ണദാസാണ്. കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ബി.ജെ.പിയുടെ പ്രതികരണം. ഇന്ന് ധനമന്ത്രി നമ്മുടെ നിയമസഭയിൽ ബജറ്റ് അവതരണം എന്ന നിലയിൽ ഒരു 2 മണിക്കൂർ ഏതാണ്ട് 55 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ധനമന്ത്രി ഈ പ്രസംഗം നടത്തേണ്ടിയിരുന്നത് നിയമസഭയിലല്ല, പുത്തരിക്കണ്ടം മൈതാനത്തായിരുന്നു എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഇത് ബജറ്റ് അവതരണമല്ല, ഇത് ബജറ്റ് പ്രസംഗമല്ല, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ് എന്ന കാര്യം യാതൊരു സംശയമില്ല. കേവലം 2 മാസം ആയുസ്സുള്ള കാലാവധിയുള്ള ഒരു ഗവൺമെൻറ്റാണ് അടുത്ത ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തേക്കുള്ള ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനാപരമായി അവതരിപ്പിക്കേണ്ട ഈ ബഡ്ജറ്റ് അവതരണം, അതിൻ്റെ പവിത്രത പോലും നമ്മുടെ ധനമന്ത്രി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രസംഗത്തിലുടനീളം നടത്തിയത് കേന്ദ്രവിരുദ്ധ പ്രസംഗമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ബജറ്റ് പ്രസംഗമല്ല, CPM-ൻ്റെ LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ് പറയാൻ കാരണം, ഇവർ തെരുവുകളിൽ നടത്തുന്ന പ്രസംഗം ഇതല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം, LDF-ൻ്റെ നേതാക്കന്മാർ നമ്മുടെ തെരുവുകളിൽ നടത്തുന്ന പ്രസംഗം ഒന്ന് കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ധനമന്ത്രി നിയമസഭയിൽ നടത്തിയത്. ഇത് കേന്ദ്രത്തിനെതിരായി നടത്തിയ എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല, സത്യത്തിൽ ധനമന്ത്രി ഈ ട്രഷറി അടച്ചു പൂട്ടാത്തതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ് കനിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് നന്ദി പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്താ ധനമന്ത്രി പറഞ്ഞത്? കേന്ദ്രം ഞങ്ങൾക്കൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളിത് പല തവണ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഒരു കാര്യം മാത്രം, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. കേന്ദ്ര നികുതി വിഹിതത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് 1,16,000 കോടി രൂപ കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത് ധനമന്ത്രി നടത്തിയ ഉഡായിപ്പ് ബജറ്റ് പ്രസംഗത്തിലെ കണക്കല്ല, ഇത് കൃത്യമായ കണക്കുള്ളതാണ്. അതായത് കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് കൊടുത്തത് 1,16,000 കോടിയാണ്. ഇവർ ദൂർത്തടിച്ചിട്ട് ധനകാര്യ കമ്മി ഉണ്ടാക്കി. പക്ഷേ ധനകാര്യ കമ്മി പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം 44,000 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാൽ 1,60,000 കോടി രൂപ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ കൈപ്പറ്റിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ധനമന്ത്രിയുമാണ് പറയുന്നത് കേന്ദ്രം ഞങ്ങളെ അവഗണിച്ചു, കേന്ദ്രം ഞങ്ങൾക്ക് പണം നൽകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ ധനസ്ഥിതി ഏറ്റവും തകർന്നിരിക്കുകയാണ്. നമ്മുടെ നിലവിലിപ്പോൾ ട്രഷറിയിൽ ഒരു നിയന്ത്രണമുണ്ട്. സർക്കാർ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണ് നിയന്ത്രണം. എന്താ നിയന്ത്രണം? 10 ലക്ഷം രൂപയിൽ കൂടുതൽ ആർക്കും പിൻവലിക്കാൻ കഴിയില്ല. കാരണം നഞ്ച് വാങ്ങാൻ പോലും നയാ പൈസയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. ട്രഷറി എന്തുകൊണ്ടാണ് അടച്ചുപൂട്ടാത്തത്? കേന്ദ്രം ഈ പണം കൊടുക്കുന്നതുകൊണ്ടാണ്. ഇത് കേന്ദ്ര നികുതി വിഹിതത്തിൻ്റെ കണക്ക് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. കേന്ദ്ര പദ്ധതി വിഹിതം അത് കൈപ്പറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ട്രഷറി അടച്ചുപൂട്ടാത്തതിൻ്റെ കാരണം കേന്ദ്രം നൽകുന്ന പണം കൊണ്ടാണെന്നും നരേന്ദ്രമോദിക്ക് പ്രത്യേകമായി നന്ദി പ്രകടിപ്പിക്കണം. പക്ഷെ നന്ദി പ്രകടിപ്പിക്കേണ്ട, നിന്ദിക്കാതിരുന്നാൽ മതി എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. 2, ഈ ബജറ്റ് അവതരണത്തിൽ എന്ത് വിശ്വാസ്യതയുള്ളത്? ഇവർക്ക് 2 മാസത്തെ കാലാവധിയേ ഉള്ളൂ.
ഇവരെ ഖജാനാവിലാണെങ്കിൽ 5 നയാ പൈസയില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, 10 ലക്ഷം രൂപ പിൻവലിക്കാൻ പോലും ഇന്ന് ട്രഷറിയിലൂടെ സാധ്യമല്ല. പണമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശമ്പള കമ്മീഷൻ നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത്, ഒരു മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. എന്നിട്ടോ 3 മാസം കൊണ്ട് റിപ്പോർട്ട് എന്നാണ് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞാൽ എന്താ സ്ഥിതി? പുതിയ ഗവൺമെൻറ് വരും, ഏത് ഗവൺമെൻറ് ആയാലും. പക്ഷേ കഴിഞ്ഞ 5 വർഷം 2024 ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയും നടപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. അത് നടപ്പാക്കാതെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ അഷ്വേർഡ് പെൻഷൻ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ആ നടപ്പാക്കാത്ത ഗവൺമെൻറ് ഇപ്പം ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്നു. ഇതിലെന്ത് വിശ്വാസ്യതയുള്ളത്? ഇതിലെന്താ അർത്ഥമുള്ളത്? ഇത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിന് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു വിശ്വാസ്യതയുമില്ല. ഇത് കേവലം ഒരു ഉഡായിപ്പാണ് ഈ ബജറ്റ് അവതരണം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ ചില പദ്ധതികൾ, ഇതിൽ വലിയ പദ്ധതികളുണ്ട്. ചില പദ്ധതികൾ നിങ്ങൾ നോക്കൂ, ആരുടെ പദ്ധതിയാണ്? ഇപ്പോൾ റെയിൽവേ RRTS 100 കോടി നീക്കി വെച്ചു എന്ന് പറയുന്നു. ഇത് ആരുടെ പദ്ധതിയാണ്? ഈ കഴിഞ്ഞ ദിവസം മെട്രോമാൻ E. ശ്രീധരൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബഹുമാനനായ ധനമന്ത്രി ബാലഗോപാൽ തൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങളെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് E. ശ്രീധരൻ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്ന തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് തിരുവനന്തപുരത്തേക്കുമുള്ള പുതിയ അതിവേഗ റെയിൽപാതയെക്കുറിച്ച് പറഞ്ഞത്. അത് അവതരിപ്പിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, ഞങ്ങളവർ ഈ ബജറ്റ് ഉൾപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒന്ന് പറയണം, ഇത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെന്ന് മാന്യതയുണ്ടെങ്കിൽ. 2, വേറൊരു വലിയ പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നു. ഇത് ആരുടെ പദ്ധതിയാണ്? വലിയൊരു പദ്ധതിയാണ് ഇത്. വലിയൊരു പ്രഖ്യാപനമാണ്. എന്ത്? ദേശീയപാത നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നു. ഇതും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആകെ പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ നടപ്പാകുന്ന പദ്ധതികളിൽ ആകെയുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ മാത്രമാണ്. മറ്റൊന്നും ഈ ബജറ്റിൽ പറഞ്ഞതൊന്നും നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് പറയാനുള്ളത്, ഈ എൽഡർലി ബഡ്ജറ്റ് നിങ്ങൾ കണ്ടിരിക്കും. ഒരു പുതിയ കൺസെപ്റ്റാണെന്നാണ് നമ്മുടെ ധനമന്ത്രി പറഞ്ഞത്. അതായത് വയോധികർക്ക് വേണ്ടിയിട്ട് ഒരു നയം ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന്. അതിനു മുമ്പ് ധനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്, ഈ വയോധികർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു സൗജന്യ വൈദ്യസഹായ പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രഖ്യാപിച്ചിരുന്നു. അത് ഇന്ത്യയിൽ നടപ്പാക്കാത്ത ഒരേ ഒരു ഗവൺമെൻറ് ഈ ബാലഗോപാൽ ധനമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളം മാത്രമാണ്. 5 ലക്ഷം രൂപയുടെ സൗജന്യ വൈദ്യസഹായ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഈ വയോധികരോട് എന്തെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന മോദി സർക്കാരിൻ്റെ പദ്ധതി ഇവർ നടപ്പാക്കേണ്ടിയിരുന്നു. ഇപ്പോൾ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വയോധികരോട് കാണിക്കുന്ന ഈ സ്നേഹത്തിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല. മറ്റൊന്ന്, നിങ്ങൾ ഈ ബഡ്ജറ്റിൽ ഇതിൽ യാതൊരു അകക്കാമ്പുമില്ല എന്ന് പറയാൻ കാരണം, നമ്മുടെ തകർന്നടിഞ്ഞൊരു സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നെല്ലാവരും സമ്മതിക്കും. പക്ഷേ ഈ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആർക്കെങ്കിലും ഭൂതക്കണ്ണ വെച്ച് നോക്കിയാൽ ഈ ബജറ്റിൽ കാണാൻ സാധിക്കുമോ? ആർക്കും കാണാൻ സാധ്യമല്ല. കാർഷിക മേഖല, വ്യാവസായിക മേഖല, അടിസ്ഥാന മേഖല, ഇതിലൊന്നും കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കാണുന്നില്ല. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ ആ വാക്ക്
ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഉഡായിപ്പ് ബജറ്റാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇതിന് ആ പദം അല്ലാതെ മറ്റൊരു അനുയോജ്യമായ പദം മലയാള നിഘണ്ടുവിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ പദപ്രയോഗം നടത്തുന്നത്. മറ്റൊന്ന് നോക്കൂ, 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്നല്ലേ കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞത്? ഈ പോകുന്ന സമയത്തെങ്കിലും പറഞ്ഞോ നടപ്പാക്കുന്നു? പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, ആശാ വർക്കർമാർ എത്ര ദിവസം നിങ്ങൾ കണ്ടല്ലോ, വെയിലത്തും മഴയത്തും ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇത്ര മാസങ്ങൾ അവർ സമരം നടത്തിയത്. അവർക്ക് അനുവദിച്ചത് ഒരു ദിവസം 31 രൂപയാണ്. 31 രൂപ. ഈ ഗവൺമെൻറ് കയ്യിൽ ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാണ്. ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വളരെ ശക്തമായ സമ്പദ് വ്യവസ്ഥയാണ്, വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഇതൊക്കെയാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പാവങ്ങൾക്ക് പ്രതിദിനം 31 രൂപ കൂട്ടുന്നതിന് പകരം ഒരു 100 രൂപ കൂട്ടിയിരുന്നുവെങ്കിൽ അവർക്ക് അല്പെങ്കിലും മാന്യമായി ജീവിക്കാമായിരുന്നു. 31 രൂപ. അംഗനവാടി വർക്കർമാർക്ക് 31 രൂപയാണ് പ്രതിദിനം കൂട്ടിയത്. ഹെൽപ്പർമാർക്ക് വരുമ്പോൾ ആകെ 10 രൂപയോ അങ്ങനെയാണ് കൂട്ടിയത്. നമ്മുടെ എത്രയോ കൊല്ലം മുമ്പ് ശമ്പളം നിശ്ചയിച്ചതാണ്. നമ്മൾ സ്കൂളിലെ പാചക തൊഴിലാളിക്ക് അവർക്ക് കൂട്ടിക്കൊടുത്തത് 25 രൂപയാണ്. ഞാനിവിടെ ഇത് സൂചിപ്പിക്കാൻ എന്താ കാരണം എന്നറിയോ? ഈ സമ്പദ് വ്യവസ്ഥ ശക്തമാണ്, അതുപോലെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ ഭദ്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പാവങ്ങൾക്ക് പോലും ഒരു തുക കൂട്ടിക്കൊടുക്കാൻ ഈ അവസാന നിമിഷത്തിൽ ഇപ്പോൾ ഒരു സാധ്യമല്ല എന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഖജാനാവ് കാലിയാണെന്നുള്ളതാണ്. അങ്ങനെ ഖജാനാവ് കാലിയായ ഒരു സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ ഒരു വിശ്വാസവുമില്ല. ഞങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള തൊഴിലാളികൾ, അത് സാധാരണക്കാർ, കർഷക തൊഴിലാളികൾ ആരും തന്നെ ഈ ബജറ്റിനെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ജനങ്ങൾ തട്ടിപ്പാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബഡ്ജറ്റ് പ്രസംഗമല്ല, ഇത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമാണ്. കാരണം അവർ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിന് എൻ്റെ കയ്യിൽ നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന് കൊടുത്ത തുകയുടെ വ്യക്തമായ പദ്ധതി വിഹിതത്തിൻ്റെ കണക്കും കൂടിയുണ്ട്. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിന് നികുതി വിഹിതത്തിലും അതേപോലെ തന്നെ പദ്ധതി വിഹിതത്തിലും ഇത്രയും കോടി രൂപ കൊടുത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ അമിത്ഷാജിയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ഇക്കാര്യം ഓരോന്നും അക്കമിട്ടുകൊണ്ട് ഓരോ പദ്ധതി അതിൽ നൽകിയ തുക മൊത്തം 10 വർഷം കൊണ്ട് എത്ര കൊടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി കേന്ദ്രം ഭരിച്ചപ്പോൾ അന്ന് കേരളത്തിന് കൊടുത്ത എത്രയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം പതിവിനും കഴിഞ്ഞ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച ഗവൺമെൻറ്റിന് വ്യത്യസ്തമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്കാണ് ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ജനങ്ങളുടെ മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മാത്രമല്ല, ഞങ്ങൾ സംസ്ഥാനത്തെ ധനമന്ത്രിയോടും അതുപോലെ തന്നെ ഈ ഭരണകൂടത്തോടും ഞങ്ങൾ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. എന്താ നടത്തിയത്? കേന്ദ്രം നൽകുന്ന വിഹിതത്തെ സംബന്ധിച്ച്, കേന്ദ്ര പദ്ധതി വിഹിതത്തെ സംബന്ധിച്ച്, നികുതി വിഹിതത്തെ സംബന്ധിച്ച് ഇതുവരെ കൊടുത്ത തുകയെക്കുറിച്ച് ഒരു പരസ്യമായ സംവാദത്തിന് തയ്യാറാണോ എന്നുള്ളതാണ്. ഇതുവരെ അവർ പ്രതികരണം അറിയിച്ചിട്ടില്ല.
ഇപ്പം കണക്കാണല്ലോ, നമുക്ക് അളവ് പറയാൻ സാധ്യമല്ല. കേന്ദ്രം നൽകിയിട്ടുള്ള തുക ഇപ്പം മറ്റൊന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവർ പറഞ്ഞു നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ഈ ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് യാതൊന്നും നൽകിയില്ല, സഹായിച്ചില്ല എന്നുള്ളത്. ഇത് പച്ചക്കള്ളമല്ലേ ഇത്? ഞാൻ ആധികാരികമായിട്ട് പറയുന്നു മാധ്യമ സുഹൃത്തുക്കളെ മുന്നിൽ, പുനരധിവാസ അതായത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനത്തിനായിട്ട് വിവിധ വകുപ്പുകളിലായിട്ട് കേന്ദ്രം നൽകിയത് 888 കോടി രൂപയാണ്. അതേപോലെ ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ച തുക, ജനങ്ങൾ നൽകിയ തുക 740 കോടി രൂപയാണ്. കേന്ദ്രം 888 കോടി രൂപ ഏൽപ്പിച്ചു. അത് കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ കേരള ഗവൺമെൻറ്. അതേപോലെ 740 കോടി രൂപ ജനങ്ങളും നൽകിയിട്ടുണ്ട്. ആകെ 1628 കോടി രൂപ ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഈ 1628 കോടിയിൽ ഇന്ന് വരെ ചെലവഴിച്ച തുക 200 കോടിയാണ്. 1428 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് നടപ്പാക്കാൻ പറ്റാത്തവരാണ് ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത്. ഈ കേന്ദ്രത്തിൽ വാങ്ങിയ പൈസ കയ്യിൽ വെച്ച് ചെലവാക്കാത്തവരാണ് ഇനി പൈസ തന്നില്ല എന്ന് പറയുന്നത്. എന്താ അർത്ഥമുള്ളത്? ഇങ്ങനൊരു ഗവൺമെൻറ്റിന് കളവ് പറയാൻ സാധിക്കുമോ? എങ്ങനെ? അതെ, ഞങ്ങൾ പറയുന്നത് ഒരു പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത്. ആ പഞ്ചായത്തിൽ 4 വാർഡിൽ ഒരു കേരളം എന്നൊരു സംസ്ഥാനത്ത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും പറഞ്ഞത് ഇത് വയനാട് ദുരന്തം പറയാൻ പാടില്ല, കാരണം അങ്ങനെ ജില്ലയിൽ മൊത്തം ഉള്ളിയല്ല, മൊത്തം ബാധകമായ ഒരു ദുരന്തമല്ല. ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങളത് അംഗീകരിക്കും തത്വത്തിൽ. ഈ സംസ്ഥാനത്ത് 14 റവന്യൂ ജില്ലയിൽ ഏതാണ്ട് 941 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലെ 2 വാർഡിലാണ് ഈ ദുരന്തം നടന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ ഇത്രയും തുക കൊടുത്തിട്ടുണ്ട്. ബാക്കി സംസ്ഥാന ഗവൺമെൻറ് ചുമതല എന്താ? ഒരു 2 വാർഡിൽ ഒരു ദുരന്തം നടന്നിട്ട് അവർ കേന്ദ്രം ഇത്രയും നൽകിയിട്ട് ജനങ്ങൾ ഇത്രയും രൂപ നൽകിയിട്ടും ബാക്കി കാര്യങ്ങൾ പരിഹരിക്കാൻ ഈ സംസ്ഥാന ഗവൺമെൻറ് സാധിക്കുന്നില്ലെങ്കിൽ ഇവരെന്തിനാ ഭരണം നടത്തുന്നത്? ഇവരെ കഴിവുകേടല്ലേ അത്? ഈ കഴിവുകെട്ട ഗവൺമെൻറ് പിന്നെ എന്തിനാ ഭരണം നടത്തുന്നത്? കഴിവുള്ളവർ ഭരിച്ചോട്ടെ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട പൈസ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇനി മാത്രമല്ല ഉദാരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഈ സംസ്ഥാന ഗവൺമെൻറ് എന്താ ചെലവഴിച്ചത് പറയട്ടെ. ഞാൻ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ കണക്കാണ് പറഞ്ഞത്. ഈ ദുരന്തം നടന്ന സമയത്ത് അവിടെ കുറേ പ്രവർത്തനങ്ങൾ നടന്നല്ലോ. ആ പ്രവർത്തനത്തിൽ കേന്ദ്രത്തിൻ്റെ പണം എത്രയാണ്, സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച തുക എത്രയാണ്? കണക്ക് പറയട്ടെ മുഖ്യമന്ത്രി. ഞാൻ പറയുന്നു, കേന്ദ്രമാണ് 75% കൊടുത്തത്, 20% മാത്രമേ സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ളൂ. ഏത് പുനരധിവാസ പ്രവർത്തനമല്ല, മറിച്ച് ആ ദുരന്തം നടന്ന സമയത്ത് സൗജന്യമായിട്ട് ഭക്ഷണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ പോലും 75% കേന്ദ്ര വിഹിത, 20% സംസ്ഥാന ഗവൺമെൻറ് ഉള്ളൂ. ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടു ആ കണക്കൊന്ന് പറയണം, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കഴിവുകെട്ട ഒരു ഗവൺമെൻറ് ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതൊരു പഞ്ചായത്തിലും വന്നാലും, ഒരു വാർഡിൽ വന്നാലും, ഒരു ചെറിയൊരു പ്രദേശത്ത് വന്നാലും അവർക്ക് വേണ്ടി കഴിവുകെട്ട ഗവൺമെൻറ് ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല.